വന്ന് ഞാൻ അവിടെ ഫ്രണ്ടിൽ നമ്മുടെ 11ാമത്തെ അവിടെ ചെന്ന് മാതാവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഇതിനിടയിൽ എല്ലാം നോക്കുന്നുണ്ട്. ഏജൻസിയിൽ വിളിച്ചൊരു പുള്ളിക്കാരി ഉണ്ട്, അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കറിയില്ല, എടുക്കാൻ പോയ ആൾ ഇന്ന ആൾ പുള്ളി മുംബൈയിലാണ് പോയിരിക്കുന്നത്, ഒരു 11 മണിക്ക് ശേഷം പുള്ളിയെ വിളിച്ചാൽ കിട്ടത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അതിനിടയ്ക്ക് പുള്ളിക്ക് ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വോയിസ് ഇട്ടില്ല, ഞാൻ ടൈപ്പ് ചെയ്തിട്ടു, ഇന്നുപോലെ ടിക്കറ്റ് ഇൻ കേസ് അറിയുവാന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ എനിക്കത് എടുത്തുകൊണ്ട് പോകാത്തതിൻ്റെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ആ മാതാവിൻ്റെ മുന്നിൽ നോക്കാം, മാതാവ് കണ്ണടയ്ക്കുന്നതായിട്ട് എനിക്കെന്തോ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ തോന്നലായിരിക്കും എന്ന് വിചാരിച്ചു. ഒരു എന്താ പറയുക, 1 മിനിറ്റ് പോലും എടുത്തില്ല, എൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ഞാൻ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി പറഞ്ഞു മോനെ ഓടിപ്പോയി കൗണ്ടറിൽ പറ, അവരത് ചേഞ്ച് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അന്നേരം വന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ അത് NRI അക്കൗണ്ട് എടുക്കാൻ പറ്റി. അതൊക്കെ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, മാതാവ് കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നൽ. അതുപോലെ തന്നെ അവിടെ എനിക്കാണ് മാതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റിയത്. അതും നറുക്കിട്ടപ്പോൾ എനിക്ക് കിട്ടി. അങ്ങനെ അത് എൻ്റെ ജോലി സംബന്ധമായ കാര്യം. പിന്നെ എനിക്ക് എൻ്റെ ആക്സിഡൻറ്റ് ചില ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോലെ ഫ്രണ്ട്സ് കൂടി ഞാൻ ഈ പറയുന്ന പോലെ മദ്യപാനവും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത് ഉടമ്പടി ഫസ്റ്റ് എടുക്കുന്ന വൈഫാണ് എടുക്കുന്നത്. അപ്പം പുള്ളിക്കാരി എടുത്തു. ഞാൻ പറഞ്ഞില്ല ലാബിൻ്റെ ഇതൊക്കെ നോക്കുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനൊരു കാശുരൂപം തന്നു. അപ്പോൾ ഈ കാശുരൂപം എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ രാവിലെ എൻ്റെ ഷർട്ടിൽ കുത്തി ഇട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ടെൻഷനും കാര്യങ്ങളും അല്ലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ കഴിച്ചിട്ട് വന്നു, പിറ്റേ ദിവസം കുത്തിയിട്ടുണ്ട് പോയി. ആ കാശുരൂപം ഇതിലേ പോയെന്ന് എനിക്കറിയില്ല, കാരണം പിന്നെ വെച്ച് കുത്തിയിട്ടുണ്ട് പോകുന്ന ഇതാണ്. എങ്ങനെ പോയി എവിടെ പോയി ഒരു പിടുത്തമില്ല. അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇനി ഞാൻ കഴിക്കില്ല എന്ന് അന്ന് തീരുമാനിച്ചു. അത് പിന്നെ ഞാനത് ചെയ്തിട്ടില്ല. എങ്ങനെ നിന്ന് പോയെന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും അച്ഛനെ കാണാൻ പറ്റി, കാശുരൂപം കിട്ടി. അത് ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഇങ്ങനെ ചരട് കെട്ടിയിട്ടിരിക്കുക. എൻ്റെ ഒരു വിശ്വാസം അത് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരിത്. പിന്നെ രോഗസൗഖ്യം എന്ന് പറയാനായിട്ട് വൈഫിൻ്റെ കയ്യിൽ കുറച്ച് നാളായിട്ട് കൈക്ക് നീര്, ഭയങ്കര വേദന. പുള്ളിക്കാരി ഫാർമസിസ്റ്റാണ്. അപ്പോൾ ബില്ലടിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റൈറ്റ് ഹാൻഡിൻ്റെ ആണ്, നീര് വരും മുട്ടിൻ്റെ താഴെയൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഞങ്ങൾ പലയിടത്തും പോയി മരുന്നൊക്കെ വാങ്ങിച്ച് ഇഞ്ചക്ഷൻ വരെ എടുത്തിട്ടുണ്ട്, മറ്റേ ഇത് വേദന മാറാനായിട്ട്. ഒക്കെ എടുത്തിട്ടൊന്നും കുറവില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരും. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിച്ച് തേക്കുമായിരുന്നു. അതിപ്പോൾ എന്ന് മാറിയെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ല. അതുപോലെ തന്നെ എൻ്റെ മൂക്കിൽ ദശ വളരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നതാണ്.